എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ലെന്ന് LDF. കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പിണറായി വിജയൻ എന്നാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നതെന്ന് MV ഗോവിന്ദൻ. പാർട്ടി തോറ്റിട്ട് പിണറായിക്ക് മുൻതൂക്കമുണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്ന് മുരളീധരന്റെ പരിഹാസം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ VD സതീശനെ അനുകൂലിച്ച് ലീഗ്. എക്സിറ്റ് പോളുകളിലെ ജനാഭിപ്രായം സതീശന് കിട്ടിയ പിന്തുണയെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് സാദിഖ് അലി തങ്ങൾ. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിശദീകരണം. ഇന്നും VD സതീശനെതിരെ പോസ്റ്റർ. സസ്പെൻഷൻ നടപടിയിൽ സർക്കാരിനെ വെല്ലുവിളിച്ചും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയും B. അശോക്. ഏപ്രിൽ 9-ന് ജനങ്ങൾ പുറത്താക്കിയ സർക്കാരാണ് സസ്പെൻഡ് ചെയ്തതെന്ന് അശോക്. പുതിയ സർക്കാർ ആദ്യ ദിനം തന്നെ ഇത് റദ്ദ് ചെയ്യും. KM എബ്രഹാം മന്ത്രിസഭയിലെ രണ്ടാമനെന്നും വിമർശനം. തുടർ ഭരണം ഉറപ്പാക്കാൻ 130 കോടിയുടെ ക്യാമ്പയിൻ നടത്തിയെന്നും അശോക്. വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. കാസർഗോഡ് മരിച്ചത് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി ഋതുചന്ദ്ര. പാമ്പ് കടിയേറ്റത് വീടിന് സമീപം കളിക്കുന്നതിനിടെ. തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛനെ മകൻ അടിച്ചുകൊന്നു. മരിച്ചത് തോമസ് എബ്രഹാം. മകൻ ഷാനു അറസ്റ്റിൽ. അതിക്രമം മദ്യലഹരിയിലെന്ന് പോലീസ്. അമ്മാവനെയും കുത്തിപ്പരുക്കേൽപ്പിച്ചു. ബംഗളൂരു അപകടത്തിൽ മരിച്ച എറണാകുളം സ്വദേശികളുടെ മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കും. പരിക്കേറ്റ ഒരു മലയാളിയുടെ നില ഗുരുതരമായി തുടരുന്നു. ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീടുണ്ടായ അപകടത്തിൽ മരിച്ചത് 7 പേർ. ഷിയാസ് കരീമിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് പരാതിക്കാരി. ലക്ഷങ്ങൾ കൈപ്പറ്റിയത് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും. ഷിയാസിന്റെ അക്കൗണ്ടിലേക്കും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്കും പണം വാങ്ങി. 1 ലക്ഷം രൂപ വരെയുള്ള തുകകളാണ് കൈപ്പറ്റിയതെന്നും രേഖകൾ. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തിൽ വലഞ്ഞ് ലോകം. ക്രൂഡ് ഓയിൽ വില $120 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഉപരോധം തുടർന്നാൽ വില $140 ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനോട് താനിനി മര്യാദക്കാരനായി നിൽക്കില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മെയ് 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ വേനൽ മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് UDF ക്യാമ്പ്. പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് UDF നേതാക്കളുടെ ആദ്യ പ്രതികരണം. എന്നാൽ ഇത് തള്ളുകയാണ് ഇടതുമുന്നണി നേതൃത്വം. വെറും പ്രവചന വ്യായാമം എന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ സൂചനയായി വിലയിരുത്തുകയാണ് LDF. BJP ക്യാമ്പിനും എക്സിറ്റ് പോൾ ആവേശം നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭരണം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ആളിക്കത്തിക്കുന്നതാണ്, ആ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും UDFന് മേൽക്കൈയാണ് പ്രവചിക്കുന്നത്. ഒരു എക്സിറ്റ് പോൾ പോലും ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നുമില്ല. അതാണ് UDF കേന്ദ്രങ്ങളെ വലിയ സന്തോഷത്തിൽ ആക്കിയിട്ടുള്ളത്. ഭരണം ഉറപ്പ് എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു, UDF നേതൃത്വം കണക്ക് കൂട്ടുന്നു. അണികളും ആഘോഷ പ്രകടനങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചേക്കാൾ വലിയ നേട്ടമുണ്ടാകുമെന്ന പ്രതികരണമാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്നത്. സർവേയിലും പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്നാൽ CPM കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കുന്നില്ല. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആദ്യ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞതും ജനങ്ങളിലാണ് വിശ്വാസം, എക്സിറ്റ് പോളുകളിലല്ല എന്നുള്ളതാണ്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്നുകൂടി കടന്ന് എക്സിറ്റ് പോളുകൾ തങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എക്സിറ്റ് പോളുകളിലെ ചില സൂചനകൾ തങ്ങൾക്ക് അനുകൂലമെന്നൊരു നിലപാട് കൂടി MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നു. 69 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് പ്രവചിക്കുന്നു. അങ്ങനെ വന്നാൽ 2 സീറ്റ് കൂടി പോരെ കേവല ഭൂരിപക്ഷത്തിന്, അതിനപ്പുറത്തേക്ക് ലഭിക്കും. മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന വ്യാഖ്യാനമാണ് എക്സിറ്റ് പോളുകൾക്ക് MV ഗോവിന്ദൻ നൽകുന്നത്. 4-ാം തീയതി വരെ കാത്തിരിക്കാൻ പറയുമ്പോഴും എക്സിറ്റ് പോളുകളിൽ തങ്ങൾക്ക് കൂടി അനുകൂലമായ ഘടകങ്ങളുണ്ടെന്ന് CPM പരസ്യമായെങ്കിലും സമ്മതിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5-ഓ 8-ഓ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. 4-ാം തീയതി ഒരു ഉച്ചവരെ കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പം 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് എന്താണ് യഥാർത്ഥ നില എന്നുള്ളത് കേരളത്തിനും ലോകത്തിനാകെയും മനസ്സിലാക്കാൻ സാധിക്കും. എക്സിറ്റ് പോളുകൾ സംബന്ധിച്ച് BJPയുടെ കാര്യമായ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ 7 സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്. 14 സീറ്റ് പറയുന്ന ഒരു എക്സിറ്റ് പോളുണ്ട്. എങ്കിലും 2-3 സീറ്റ് അവർ ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നിയമവും കഴക്കൂട്ടവും ജയിക്കുമെന്ന് BJP ഉറപ്പിക്കുന്നു. BJPക്ക് വോട്ട് വിഹിതത്തിൽ നിന്നും വലിയ വർധന ആരും ചൂണ്ടിക്കാട്ടുന്നെങ്കിൽ പോലും BJPക്ക് പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൊതുവിൽ വന്നിട്ടുള്ളത്. തെക്കൻ കേരളമാണ് കഴിഞ്ഞ തവണ LDFനെ വലിയ രീതിയിൽ സഹായിച്ചത്. എന്നാൽ ഇത്തവണ ന്യൂസ് 18ന്റെ സർവേയിലടക്കം തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും 35-ൽ നിന്ന് 20 സീറ്റിലേക്ക് അത് കുറയുകയാണ് എന്നുള്ളത് ഇടത് ക്യാമ്പിന് ആശങ്കയുണ്ടാക്കുന്നതാണ്. മറിച്ച് UDF ആകട്ടെ വെറും 4 സീറ്റിൽ നിന്ന് 19 സീറ്റ് വരെ ഉയർന്നേക്കാമെന്ന വലിയ മുന്നേറ്റം UDFനെ പ്രവചിക്കുന്നു. NDAക്ക് 2 സീറ്റ് തെക്കൻ കേരളത്തിലെ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകളെ തള്ളാതെയും കൊള്ളാതെയും മുന്നണികൾ നിൽക്കുമ്പോൾ ആശങ്കയും പ്രതീക്ഷകളും മുന്നണികൾക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട്. മധ്യകേരളത്തിൽ UDFന് മികച്ച മുന്നേറ്റം പ്രവചിക്കുന്നതാണ് എക്സിറ്റ് പോളുകളിലെ പലതും. 9 സീറ്റുകൾ ഉള്ള എറണാകുളത്ത് 12 വരെ നേടാൻ കഴിയുമെന്നാണ് നിലവിലെ സൂചനകൾ. നിലവിൽ 1 സീറ്റ് മാത്രമുള്ള തൃശൂരിലും UDFന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ മധ്യ കേരളത്തിൽ നടത്തുന്ന പ്രകടനം അത് എത്രമാത്രം ശക്തിയുള്ളതാകും എന്നതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരുന്നത്. അതിന് വേണ്ടിയുള്ള ആവുന്ന ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയ രംഗത്തും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് അത്തരം കാര്യങ്ങൾ ആ പ്രയത്നങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തുന്നു എന്നതിൻ്റെ സൂചനകളായാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF പൊതുവെ വിലയിരുത്തുന്നത്. UDFന് മധ്യ കേരളത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ 9 സീറ്റുകളാണ്, സിറ്റിംഗ് സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അത്
12ലേക്ക് വരെ എത്താൻ കഴിയും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ക്ലീൻ സ്വീപ്പാണ് എറണാകുളത്ത് ഉണ്ടാകുക എന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാകുന്നത്. മന്ത്രി പി രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിലടക്കം വളരെ ശക്തമായ പ്രവചനാതീതമായ രീതിയിലേക്ക് മത്സരങ്ങൾ മാറുന്നു എന്ന രീതിയിലാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് ആ രീതിയിലുള്ള സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് UDF-ലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് തന്നെ ഇത്തവണ അതിൽ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2020 ഒരു പ്രഭാവം കൂടുതൽ നിലനിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എന്നാൽ അവർ NDA-യിലേക്ക് മാറിയതോടെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും UDF-ലേക്ക് തിരിച്ചു വരാൻ കാരണമാകുമെന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് സത്യമാണെങ്കിൽ അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ കൂടി അതുകൂടി അതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. ഏതാണ്ട് കൂടുതൽ സീറ്റുകളിലേക്ക് മുന്നേറാനായിട്ട് എറണാകുളത്ത് കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് UDF-നുള്ളതെങ്കിലും അത് 4 സീറ്റുകൾ വരെ ഉയർത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്രകടനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉള്ളത്. അങ്ങനെ മധ്യ കേരളത്തിൽ 2 ജില്ലകളിൽ ശക്തമായ രീതിയിൽ തന്നെ വിജയം നേടാനായിട്ട് കഴിയുമെന്നതാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചനകൾ. ഒപ്പം NDA-ക്കും മധ്യ കേരളത്തിൽ ഒരു സീറ്റ് പ്രവചിക്കപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ അത് തൃശ്ശൂർ അടക്കം ഉള്ള അവരുടെ ഒരു പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത്തരം സൂചനകൾ വരുന്നത്. എങ്കിൽ കൂടിയും പൊതുവിൽ UDF-ന്റെ ഒരു ശക്തി പ്രകടനം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മധ്യ കേരളത്തിൽ നൽകുന്ന സൂചനകൾ. വലിയ ആത്മവിശ്വാസത്തിലാണ് കോട്ടയത്തും ഇടുക്കിയിലും UDF ക്യാമ്പ്. വലിയ തകർച്ച ഉണ്ടാകുന്നില്ല എന്നത് LDF-ഉം പ്രതീക്ഷയോടെ കാണുകയാണ്. മധ്യകേരളത്തിൽ സീറ്റ് കിട്ടിയേക്കും എന്നുള്ള പ്രവചനം NDA ക്യാമ്പിനെയും ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 അടക്കമുള്ളവയുടെ സർവേകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 25 സീറ്റ് UDF-ന് കിട്ടുവാണെങ്കിൽ 24 സീറ്റ് എന്നുള്ളതാണ് കുറഞ്ഞ ഒരു പ്രവചനമായി LDF-ന്റെ കാര്യത്തിൽ വരുന്നത്. BJP ഒരു സീറ്റ് വരെ നേടിയേക്കാം എന്നുള്ളത് BJP ക്യാമ്പിനെ സംബന്ധിച്ചും വലിയ ആവേശത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലയും തിരുവല്ലയും ഒക്കെ അവർ വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അവിടെ നല്ല മത്സരം നടന്നു എന്ന പ്രതീതി ഫലത്തിൽ ഈ എക്സിറ്റ് പോളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും മറ്റു പല സർവേകളും UDF-ന് കാര്യമായ മുൻതൂക്കം നൽകുന്നു എന്നുള്ളത് പരമ്പരാഗത UDF-ന്റെ ശക്തി കേന്ദ്രമായ മധ്യ കേരളം അത് UDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആവേശം നിറയ്ക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. സമാനമായ രീതിയിൽ തന്നെ ഒരു നേട്ടമുണ്ടായാൽ മാത്രമേ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടുകൂടി ഉണ്ടായ മാറ്റങ്ങളാണ് UDF-ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആശങ്കയായി നിന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ചിലതെങ്കിലും UDF-ന് കാര്യമായ മുൻതൂക്കം പ്രവചിക്കുന്നത് മധ്യ കേരളത്തിലെ കാര്യത്തിൽ അവർക്ക് വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. എന്തായാലും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളാണ് മധ്യ കേരളത്തിലെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു പ്രവചനം ഒരു വോട്ടിംഗ് ആണ് നടന്നത് എന്ന പ്രവചനവുമായി രംഗത്ത് വരുന്നത്. അതേസമയം VN വാസവനെ പോലുള്ള നേതാക്കൾ ഇടതുമുന്നണിയുടെ ഒരു വലിയ മുൻതൂക്കം ഇത്തവണയും തുടരും എന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. മെയ് 4 വരെ ഇനിയും ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി കണക്കുകൂട്ടലുകളുമായി തുടരുകയാണ് മുന്നണികൾ. ഭരണത്തിലേറാൻ UDF-ന് ആത്മവിശ്വാസം പകരുന്നതാണ് വടക്കൻ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. 48 സീറ്റുകളിൽ പകുതിയിലേറെ സീറ്റുകൾ UDF-ന് നേടാൻ കഴിയുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. NDA-ക്ക് 2 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. പുറത്തുവന്ന മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്നതാണ്. മലബാറിൽ 60 സീറ്റുകളാണ് മൊത്തമുള്ളത്. അതിൽ 37 LDF-ഉം 23 UDF-ഉം എന്നാണ് കണക്ക്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ നേരെ റിവേഴ്സാണ്. അതായത് 40ഓളം സീറ്റുകൾ UDF-ന് ലഭിക്കുമെന്നാണ് മിക്ക സർവേകളും പ്രവചിച്ചിട്ടുള്ളത്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. മലപ്പുറത്തും വയനാടും മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞത്.
അതോടൊപ്പം കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂർ ജില്ലയിൽ 3 മുതൽ 5 വരെ സീറ്റുകൾ UDF നേടാം എന്നാണ് എക്സിറ്റ് പോൾ ഫലമുള്ളത്. ഏതായാലും നിലവിൽ 9 സീറ്റാണ്, 11-ൽ 9 LDF ഇപ്പോൾ 5 സീറ്റ് വരെ UDF നേടാമെന്ന് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന പേരാവൂരിൽ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വിജയിക്കുമെന്ന് ചില സർവേകൾ പറയുന്നുണ്ട്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. KK ശൈലജയാണ് എതിർ സ്ഥാനാർത്ഥി. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഫലം പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയേണ്ടി വരും. ഇതോടൊപ്പം അഴീക്കോടും കൂത്തുപറമ്പുമാണ് UDF വിജയപ്രതീക്ഷയുള്ളത് പ്രവചനം. അതോടൊപ്പം തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ UDF വിജയിക്കുമെന്ന് മിക്ക സർവേകളും പറയുന്നു. നമുക്കറിയാം കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. വലിയ തോതിൽ മത്സരം നടക്കുന്നുണ്ട് അവിടെ. ഏതായാലും LDF സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരും തളിപ്പറമ്പും അത് LDF തന്നെ ഭദ്രമായിരിക്കുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. കാസർഗോഡേക്ക് വന്നാൽ കാസർഗോഡ് 4 സീറ്റ് വരെ UDF നേടുമെന്നാണ് പ്രവചനം. അത് ഉദുമയും തൃക്കരിപ്പൂരുമാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ സർവേകളും പറയുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 LDF 2 UDF എന്നാണ് കണക്ക്. അതിൽ മഞ്ചേശ്വരവും കാസർഗോഡും മുസ്ലിം ലീഗാണ് കാലങ്ങളായി വിജയിക്കുന്നത്. ഇത്തവണ NDA സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള കാര്യം മലബാറിൽ 2 സീറ്റ് NDAക്ക് ലഭിക്കുമെന്നതാണ്. അത് പാലക്കാടും അതുപോലെ തന്നെ കാസർഗോഡുമാണ്. നമുക്കറിയാം മഞ്ചേശ്വരത്തും കാസർഗോഡും BJP വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. 2ാം സ്ഥാനത്താണ് കാലങ്ങളായി ഈ 2 മണ്ഡലങ്ങളിലും. ഏതായാലും NDAക്കും ആശ്വാസം പകരുന്നു. അതോടൊപ്പം UDF വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ സർവേ ഫലങ്ങളെല്ലാം. അത് കണ്ണൂരായാലും കാസർഗോഡായാലും മറ്റ് ജില്ലകളിലായാലും LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ തവണ ഭരണം ലഭിച്ചതിൽ ഏറ്റവും കരുത്തു പകർന്നത് മലബാറിൽ നിന്നുള്ള കൂടുതൽ സീറ്റുകൾ തന്നെയാണ്. ആ സീറ്റുകളെല്ലാം ഇത്തവണ UDF ലഭിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ സർവേ ഉള്ളത്. ഏതായാലും ഈ സർവേ ഫലങ്ങൾ LDF പൂർണ്ണമായും തള്ളുന്നുണ്ട്. MV ഗോവിന്ദൻ ഉൾപ്പെടെ ഈ ഒരു സർവേ തള്ളുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ തോതിലുള്ള ജനപ്രീതി അത് ഉയർത്തിക്കാട്ടാനും LDF മറക്കുന്നില്ല. പക്ഷേ മറ്റ് കണ്ണൂരിലുള്ള ഈ സീറ്റുകളുടെ കുറവ് അല്ലെങ്കിൽ UDF കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന കാര്യം അത് പൂർണ്ണമായും LDF തള്ളുന്നുണ്ട്. ശക്തമായ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് വടക്കൻ കേരളത്തിൽ. അവിടെ UDF വിജയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഉദുമയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ UDF വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞ മണ്ഡലമാണ്. അവിടെ ഇത്തവണ UDF വിജയിക്കുമെന്നാണ് ഈ മിക്ക സർവേകളും പറയുന്നത്. പക്ഷേ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലം എന്ന് പറയേണ്ടി വരും ഉദുമയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തൃക്കരിപ്പൂറാണ്. സന്ദീപ് വാര്യരുടെ വരവോടുകൂടി വലിയ ആവേശമാണ് തൃക്കരിപ്പൂരിൽ ഉണ്ടായത്. ഇടതിൻ്റെ ഉരുക്ക് കോട്ട എന്നൊക്കെ പറയാൻ കഴിയുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ UDF വിജയിക്കാൻ കഴിയുമെന്ന് ചില സർവേകളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 3-2 എന്നുള്ളത് 4 സീറ്റ് വരെ UDF ലഭിക്കുമെന്നാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഈ മിക്ക സർവേകളുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും വലിയ തോതിൽ UDF മുൻതൂക്കമുണ്ടാക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള പ്രവചനമുണ്ട്. തളിപ്പറമ്പും അതുപോലെ തന്നെ പയ്യന്നൂരും ഇടത് വിമതർ മത്സരിച്ച മണ്ഡലമാണ്. അവിടെ ഇടതിന് തന്നെ നിലനിർത്താൻ കഴിയുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം വരുന്നതാണ്. വയനാടും അതുപോലെ തന്നെ മലപ്പുറവുമാണ് UDF വലിയ മേൽക്കൈ നേടാൻ പോകുന്നതെന്നാണ് ഈ മിക്ക സർവേകളും പറയുന്നത്. അതോടൊപ്പം കോഴിക്കോടും വലിയ മേൽക്കൈ നേടാൻ കഴിയുമെന്ന് ഈ മിക്ക സർവേകളും പറയുന്നുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 സീറ്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ മലബാറിൽ നിന്നും സാധിക്കുമെന്ന ഈ സർവേ ഫലം അതവർക്ക് ആശ്വാസം പകരുന്നതാണ്. ഏതായാലും പല സ്ഥലങ്ങളിലും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അത് ഏതെങ്കിലും തരത്തിൽ ഈ സർവേ മാത്രം അടിസ്ഥാനമാക്കിയല്ല, വലിയ തോതിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അത് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഒരുപക്ഷെ വിജയിക്കാനാവും. ധർമ്മടം മണ്ഡലത്തിൽ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറയുമെന്ന തരത്തിലൊക്കെ നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇനി ഏറ്റവും കൗതുകം മുഖ്യമന്ത്രിക്ക് എത്ര ഭൂരിപക്ഷം ലഭിക്കുന്നു എന്നാണ്. അതോടൊപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ, ഗ്ലാമർ പോരാട്ടം നടക്കുന്ന പേരാവൂർ, അത് KK ശൈലജയും സണ്ണി ജോസഫും നേർക്കുനേർ മത്സരം നടക്കുമ്പോൾ അവിടെ ഫലം പ്രവചനാതീതമാണ്. ഏതായാലും UDF സംബന്ധിച്ചിടത്തോളം മലബാറിൽ വലിയ ആശ്വാസം പകരുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മിക്ക സർവേകളും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ തവണ തോൽക്കുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ പോലും ജയിച്ചു. ഇടതുമുന്നണിക്ക് ബേപ്പൂരിൽ നല്ല വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും റിയാസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ എക്സിറ്റ് പോളിൽ ബേപ്പൂർ മണ്ഡലത്തിൽ LDF പരാജയപ്പെടും. ബേപ്പൂർ ഉൾപ്പെടെ പല മണ്ഡലത്തിലും മണിയാശാൻ ഉൾപ്പെടെ പരാജയപ്പെടുന്നതായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഉടുമ്പൻചോലയും ബേപ്പൂരൊക്കെ നല്ല വോട്ടിന് LDF വിജയിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ
അതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ബാക്കി വോട്ടെണ്ണുമ്പോൾ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാവും. ബേപ്പൂർ മണ്ഡലത്തിലും നല്ല നിലയിലുള്ള വിജയം LDF-നുണ്ടാവും. ജനങ്ങൾ LDF സർക്കാരിനെ താഴെയിറക്കാൻ വോട്ട് ചെയ്തെന്ന് ഉറപ്പിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. LDF തീരുമാനിച്ച് സത്യപ്രതിജ്ഞാ പന്തലിൽ UDF സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം UDF-ലെ മുഖ്യമന്ത്രി ചർച്ചകൾ മാധ്യമങ്ങളിൽ മാത്രമാണ് നടക്കുന്നതെന്നും ഹസൻ. ഭൂരിപക്ഷം കിട്ടിയാൽ ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കുമെന്നും ഹസൻ. എക്സിറ്റ് പോളുകളെല്ലാം UDF-ന് അനുകൂലമാണ്. ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം UDF അധികാരത്തിൽ വരും. ആ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് എല്ലാ എക്സിറ്റ് പോളുകളും. അല്ല, അത് MP ഗോവിന്ദൻ മാഷയ്ക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ പത്രത്തിൽ വാർത്ത വന്നത് 5-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് LDF പന്തലിടാൻ തീരുമാനിച്ചു. ഏതായാലും ആ പന്തലിൽ UDF-ന്റെ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായല്ലോ. ഗോവിന്ദൻ മാഷ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. പിണറായി വിജയൻ വിശ്വസിക്കുന്നതും അതാണ്. അവരധികാരത്തിൽ മടങ്ങി വരും. അതില്ല എന്നുള്ളത് ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതൊരു ചർച്ചയേ ഇല്ല. അത് ചർച്ച നടക്കുന്നത് മാധ്യമങ്ങളിലാണ്. 10-25 ദിവസം കിട്ടിയപ്പോൾ നിങ്ങൾക്കത് ഒരു സുവർണ അവസരമാക്കി നിങ്ങൾ മാറ്റി. എല്ലാ മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചർച്ച ചെയ്യേണ്ടതാരാ? ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണിയും പാർട്ടിയുമാണ് ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മന്ത്രിമാരെന്ന് അപ്പോഴല്ലേ ചർച്ച ചെയ്യേണ്ടത്. ആ സമയത്ത് ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. എക്സിറ്റ് പോളുകളിൽ വന്നത് പ്രതീക്ഷിച്ചിരുന്ന ഫലമാണെന്ന് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ്. ഭരണമാറ്റം വരുമെന്ന UDF നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ സാധൂകരിക്കുന്നതാണ് ഫലങ്ങൾ. കേരള കോൺഗ്രസ് മത്സരിച്ചതിൽ 7 സീറ്റുകളിലും വിജയിക്കും. അധികാരത്തിൽ എത്തിയാൽ പാർട്ടിക്ക് വേണ്ട പരിഗണന കിട്ടുമെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോളിലും പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് UDF നേതാക്കന്മാരെല്ലാവരും തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. ഇന്നലെ വെളിയിൽ വന്ന പോളനുസരിച്ച് 7 സീറ്റ് വരെ ജയിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് എത്ര മന്ത്രിമാർ വേണം എന്നുള്ളതായിരിക്കും. അതൊക്കെ 4-ാം തീയതി കഴിഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അത് അർഹമായ പരിഗണന, മാന്യമായ പരിഗണന പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കന്മാരെല്ലാം ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. മോൻസി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. PD സതീശനെതിരെ തൊടുപുഴയിലും പോസ്റ്റർ. മുഖ്യമന്ത്രിയാകാനുള്ള വ്യാമോഹം വിലപ്പോകില്ലെന്നാണ് പോസ്റ്ററിലെ വിമർശനം. ആശീർവാദ് തിയേറ്റർ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് പോസ്റ്ററുകൾ പതിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഈ പോസ്റ്റർ. PD സതീശനെ പിന്തുണച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സതീശന് കിട്ടുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമെന്നാണ് മനസ്സിലാക്കേണ്ടത്. UDF-ൽ ഒന്നും ചോദിച്ചു വാങ്ങാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. ഉപമുഖ്യമന്ത്രി പദവി ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, ആളുകൾ ആ രീതിയിൽ വിധേയതെന്നും ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDF-ൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. പ്രവർത്തകന്മാർക്ക് അതിനൊക്കെ ആഗ്രഹിക്കാമല്ലോ, അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ വെല്ലുവിളിച്ചും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയും അശോക് സൈനികക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനും നേരെയുള്ള അശോകിന്റെ വിമർശനം. നടപടി സർക്കാർ ഉദ്യോഗസ്ഥർ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം വിധിക്കപ്പെട്ടവരാണെന്നുമുള്ള ചിലരുടെ മനോഭാവത്തിന്റെ ഭാഗമാണെന്ന് അശോക്. സസ്പെൻഷൻ ബാഡ്ജായി കരുതുന്നു. അത് ചവറ്റുകുട്ടയിലേക്ക് പോകും. പുതിയ സർക്കാർ വരുമ്പോൾ ആദ്യ ദിവസം തന്നെ ഈ സസ്പെൻഷൻ റദ്ദാക്കും. തുടർ ഭരണം ഉറപ്പാക്കാൻ IAS ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അശോക് ആരോപിച്ചു. ഞാൻ പറഞ്ഞത് തുടർ ഭരണത്തിലേക്ക് കടന്നാൽ, തുടർ ഭരണത്തിൽ എത്തിയില്ല,
അതിന് കാലാവധി തീരുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയല്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. 1ാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെൻറ്റിൻ്റെ വിജയത്തിൻ്റെയും തുടർഭരണത്തിൻ്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെൻ്റ് ആയിട്ട് പല മിനിസ്റ്റേഴ്സും, സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ 2ാം സർക്കാരിൽ ഐ എം സോറി ടു സേ ഏതാണ്ട് 22-23 ആയപ്പോഴേക്കും ഈ താളം തെറ്റാൻ തുടങ്ങി. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജൂൺ 30 വിരമിക്കുകയാണ്. അടുത്ത് സീനിയറായിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് KM എബ്രഹാമുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്ത് മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഇൻസ്ട്രക്ട് ചെയ്തു തുടങ്ങുകയും നിയമനത്തിലടക്കം അനർഹമായിട്ടുള്ള കൈകടത്തൽ നടത്തുകയും ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ IAS അസോസിയേഷനുമായിട്ടും എനിക്കെതിരെയും ഒക്കെയുള്ള നടപടികളിലേക്കും ലിറ്റിഗേഷൻസിലേക്കും നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഡെഫിനറ്റായിട്ടും ലിഖിതത്തിൽ തന്നെ ഇത്തരം ലോങ് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ സർവീസിലെ ആക്റ്റീവ് പൊസിഷനുകളിൽ കൊണ്ടുവരുന്നതിൽ നിന്നും ആ ഒരു പുവർ പ്രസിഡന്റ് അവസാനിപ്പിക്കണമെന്ന് പുതുതായിട്ട് ചുമതലയെടുക്കുന്ന മുഖ്യമന്ത്രിയോടും ഗവർണറോടും അതിൻ്റെ സമയത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് വളരെ മോശം എക്സാമ്പിളായി മാറിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. KM എബ്രഹാമിനെതിരെ B. അശോക് രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ക്യാബിനറ്റ് പദവി കിട്ടിയ ശേഷം മന്ത്രിയെ പോലെയാണ് എബ്രഹാമിന്റെ പ്രവർത്തനം. മന്ത്രിമാർക്ക് പോലും നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായി KM എബ്രഹാം വളർന്നു. വൻ ക്രമക്കേടുകൾ നടന്നുവെന്നും B. അശോകിന്റെ ആരോപണം. റിട്ടയർ ചെയ്ത ശ്രീ KM എബ്രഹാമിനെ ഇല്ലാത്ത ഒരു പൊസിഷൻ സൃഷ്ടിച്ച് അങ്ങനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പൊസിഷൻ IAS കേഡറിലില്ല, സംസ്ഥാന സർവീസിലും ഇല്ല. അവിടെ കൊണ്ടുവന്ന് അധിക ചുമതലയിൽ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കിഫ്ബിയിലെ ചുമതലയും അവിടെ ഒരു കോക്കസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസുമായിട്ട് ടോട്ടലി ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട് മാറി. അപ്പം ആ നിയമനങ്ങളിലും മറ്റും അത് മാത്രമല്ല, ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ സീനിയോറിറ്റി കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 3 ആയപ്പോൾ മന്ത്രി പദവിയും കൊടുത്തു. അപ്പോൾ ഒരു അഡീഷണൽ ലെയർ ബ്യൂറോക്രസിയിൽ വന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ തന്നെ തൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും സിവിൽ സർവീസുമായിട്ടുള്ള ഏകോപനം അവിടെ വെച്ച് കാര്യമായി താളം തെറ്റി. ആ താളം തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിറ്റിഗേഷൻസ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന പെറ്റീഷണർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് 23 ആ കേസിൻ്റെ ഗൗരവം സത്യത്തിൽ അത് സെപ്റ്റംബറിൽ ഫയൽ ചെയ്യുമ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഇത് ഏതോ ഒരു പെറ്റീഷൻ പോലെ പോകുമെന്നാണ് ധരിച്ചത്. 1ാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെൻറ്റിൻ്റെ വിജയത്തിൻ്റെയും തുടർഭരണത്തിൻ്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെൻ്റ് ആയിട്ട് പല മിനിസ്റ്റേഴ്സും, സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ 2ാം സർക്കാരിൽ ഐ എം സോറി ടു സേ ഏതാണ്ട് 22-23 ആയപ്പോഴേക്കും ഈ താളം തെറ്റാൻ തുടങ്ങി. സർക്കാർ അനുമതിയില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളോടും സംസാരിച്ചു എന്ന കുറ്റത്തിനാണ് ഇന്നലെ B. അശോകിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് B. അശോക് മാധ്യമങ്ങളെ കണ്ടത്. എന്തിനാണ് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സസ്പെൻഷൻ ഉത്തരവിൽ അത് പറയുന്നില്ല. ഏപ്രിൽ 9 ജനങ്ങൾ സസ്പെൻഡ് ചെയ്ത സർക്കാരാണ് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പുതിയ സർക്കാർ വരുന്ന ആദ്യ ദിവസം തന്നെ ഈ ഉത്തരവ്
റദ്ദ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പോകുന്ന പോക്കിൽ ശത്രുക്കളെന്ന് കരുതുന്നവരെ ഒരു റൗണ്ട് വെടിവെച്ചിട്ട് പോകാമെന്ന ധാരണയാണ് ചിലർക്ക്. മുഖ്യമന്ത്രിയെ 5 തവണ IAS അസോസിയേഷന് വേണ്ടി താൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുമ്പാകെ കയറ്റിയിരുന്നു. മറ്റൊരു സംസ്ഥാനത്തും IAS അസോസിയേഷൻ ഇത്തരത്തിൽ ചെയ്തിരുന്നില്ല. അതിനുള്ള പ്രതികാരമാണ് തനിക്കെതിരെ ഉണ്ടാകുന്നതെന്നാണ് അശോകിന്റെ നിലപാട്. സർക്കാർ ഉദ്യോഗസ്ഥർ അടിമവേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം വിധിക്കപ്പെട്ടവരാണെന്നുമുള്ള ചിലരുടെ മനോഭാവത്തിന്റെ ഭാഗമാണ് ഈ സസ്പെൻഷൻ പോലുള്ള നടപടികൾ. അതൊരു അംഗീകാരമായി, ഒരു ബാഡ്ജായി കരുതുന്നു. ഈ സസ്പെൻഷൻ ഉത്തരവ് ചവറ്റുകുട്ടയിലേക്ക് പോകും. എല്ലാ കേസുകളിലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് വേണ്ടി ഹാജരായവരും നാണം കെട്ട് തോറ്റു. അതിന്റെ പ്രതികാരമാണ്. അവർക്ക് അതിലുണ്ടായ നാണക്കേട് വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ നിസ്സാര കാര്യമാണെന്ന പരിഹാസവും ബി അശോകിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നല്ല ബന്ധമായിരുന്നു. കോവിഡ് കാലത്തും പ്രളയകാലത്തുമൊക്കെ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിരുന്നു തുടർഭരണം ലഭിച്ചതിന് അതുകൂടി പങ്കുവഹിച്ചു. എന്നാൽ 2024 ശേഷം അതുണ്ടായില്ല. ശിവശങ്കർ സർവീസിലുണ്ടായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ നേരെ പോയി. അതിനുശേഷം KM എബ്രഹാമിനെ വരവോടുകൂടിയാണ് കാര്യങ്ങൾ തകിടം മറിയുന്ന ആരോപണം കൂടിയാണ് ബി അശോക് ഉന്നയിക്കുന്നത്. ചീഫ് സെക്രട്ടറിയേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥനെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മറ്റൊരു അധികാര കേന്ദ്രമായി മാറി. മന്ത്രിസഭയെ സർക്കാരിലെ രണ്ടാമനായി KM എബ്രഹാം മാറി എന്ന ഒരു പരാമർശം കൂടി അശോക് നടത്തുന്നു. ക്യാബിനറ്റ് പദവി കിട്ടിയ ശേഷം മന്ത്രിയെ പോലെയാണ് അയാളുടെ പെരുമാറ്റം. മറ്റു മന്ത്രിമാർക്ക് പോലും നിർദ്ദേശങ്ങൾ നൽകി. തുടർഭരണം ഉറപ്പാക്കാൻ സർക്കാരിന് വേണ്ടി കഴിഞ്ഞ 6 മാസമായി ഒരു കോക്കസ് പ്രവർത്തിച്ചു. കിഫ്ബിയുടെ ഇടപെടൽ അതിലുണ്ട്. മുംബൈയിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് 130 കോടി രൂപയുടെ ക്യാമ്പയിനാണ് കിഫ്ബി വഴി സർക്കാരിന് വേണ്ടി നടത്തിയത്. ഇത് ഒരു ചരിത്രത്തിലുണ്ടാകാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കിഫ്ബിയിലടക്കം വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. മസാല ബോണ്ടിലടക്കം വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കാൻ മതിയായ കുറ്റം KM എബ്രഹാം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള സർക്കാരെങ്കിലും ഇത്തരത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ പ്രധാന പദവികൾ കൊണ്ടുവരുന്ന IAS അസോസിയേഷൻ ഔദ്യോഗികമായി ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. തുടർഭരണം ഉണ്ടാകില്ല, ഭരണമാറ്റം ഉണ്ടാകുമെന്നതിന്റെ പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇനി ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും തനിക്ക് ഒരു പേടിയുമില്ല, സർക്കാരിനെതിരെ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഈ വിമർശനങ്ങൾ സർക്കാരിനെതിരല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സർക്കാരിന് വേണ്ടി വന്നുപോകുന്ന ആരെങ്കിലും എന്തെങ്കിലും നിലപാടെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണ സംവിധാനത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ സംസ്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു നീക്കമാണ് KM എബ്രഹാം നടത്തുന്നത്. നേരത്തെ പ്രശാന്ത് IAS നടത്തിയിരുന്നു. അതിന് പിന്നാലെ KM എബ്രഹാം ആ രീതിയിൽ പോവുകയാണ്. സർക്കാരുമായി എത്രത്തോളം വ്യത്യസ്ത നിലപാടിലായിരുന്നു, ഭിന്ന നിലപാടിലായിരുന്നു IAS സമൂഹം എന്ന് വ്യക്തമാക്കുന്ന ഒരു നീക്കമാണ് IAS അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും സർക്കാരിനെ, മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ആളുകളെ, KM എബ്രഹാമിനെതിരെയൊക്കെ വലിയ തെളിവുകൾ താൻ പുറത്തുവിടുമെന്ന ഒരു വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നതായും ബി അശോക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ജനങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനം താൻ നിരീക്ഷിക്കുന്നുണ്ട്. തുടർഭരണം കിട്ടിയാലും സർക്കാരിനെതിരായ പോരാട്ടം തുടരുമെന്നാണ് ബി അശോക് പറയുന്നത്. ഈ നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന നമ്പേഴ്സ് നോക്കിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഈ സർവേ ഏജൻസികൾ കൊടുത്ത നമ്പേഴ്സിന്റെ വിശ്വാസ്യത, എറർ, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പരിശോധിച്ചു. അത് സംസ്ഥാനത്ത് ഭരണമാറ്റം നടക്കുമെന്നുള്ളതിന് എൻ്റെ ആധാരം ആ സർവേ നമ്പേഴ്സ് അല്ല. നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള ജനങ്ങളുടെ, ഗവൺമെൻറ്റിൻ്റെ സ്വീകരണവും തിരസ്കരണവും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഉത്തമ ബോധ്യം ഭരണമാറ്റത്തിനായിട്ടാണ് ജനങ്ങൾ 9-ാം തീയതി വിധി എഴുതിയെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു അക്കാഡമിക്കായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് ഭരണം മാറുന്നില്ല പറഞ്ഞ 71 സീറ്റിൽ തിരിച്ചു വരുമെന്നുള്ളത്, അതുകൊണ്ട് നമുക്കാർക്കും പേടിയൊന്നുമില്ല. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് X or Y ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് അവസാനത്തെ പരിഗണനയാണ്. ഈ പറയുന്ന ഈ തുടർഭരണം ഇരിക്കുമ്പോഴല്ലേ 23 തൊട്ട് 26 വരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്. തുടർന്ന് ഫൈറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഞങ്ങളാരും നാട് വിട്ടു പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ നാട് വിട്ടു പോകേണ്ടി വരുന്നത് ഞങ്ങളല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. കാസർഗോഡ് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. എളേരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയാണ് മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. KV ബൈജു ചേരുകയാണ് വിവരങ്ങളുമായി. ബൈജു, കുട്ടിക്ക് എവിടെ വെച്ച് എങ്ങനെയാണ് പാമ്പുകടിയേറ്റത്? മഞ്ജുഷേ, തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് തൊട്ടി കുറുവാട്ട് വീട്ടിൽ ശരത്ചന്ദ്രനെയും
അജിതയുടെ മകളായ 4.5 വയസ്സായ ഋതുചന്ദ്ര വീടിന് സമീപത്ത് ഇത്തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാമ്പ് കടിയേൽക്കുന്നത്. പിന്നീട് കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ വീട്ടുകാർ സമീപത്തെ പ്രാഥമിക ചികിത്സ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഏതായാലും നില ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. ഈ ഋതുചന്ദ്രയുടെ മരണം എളരത്തെട്ട് തൊട്ടി പ്രദേശത്ത് ആകെ സങ്കടത്തിൽ ആഴ്ചയിട്ടുണ്ട്. ഈ വീടിന് തൊട്ട് സമീപത്ത് ഈ കുട്ടി കളിക്കുന്ന സ്ഥലത്ത് ഈർച്ചമില്ലിൽ നിന്ന് കൊണ്ടുവന്ന ഊട്ടിയിട്ടിരുന്ന മര ഉരുപ്പടികൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നിന്നാണ് ഈ മൂർഖൻ പാമ്പ് കുട്ടിയെ കടിക്കുന്നത്. അവിടെ ഒരു കളിപ്പാട്ടം എടുക്കാൻ വേണ്ടി ഈ കുട്ടിയെ എത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിച്ചു. ഏതായാലും വൈകിട്ടോടുകൂടി തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. മഞ്ജുഷ്. ശരി, കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആര്യനാട് കോഴിക്കൂട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. പ്രദേശവാസിയായ അനീഷിന്റെ വീട്ടിലായിരുന്നു സംഭവം. ഒരു കോഴിയെ പാമ്പ് വിഴുങ്ങിയ നിലയിലായിരുന്നു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് പാമ്പിനെ പിടിച്ചത്. ബംഗളൂരുവിൽ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച എറണാകുളം രാമമംഗലം സ്വദേശികളായ സ്മിത, രഘു, ലത എന്നിവരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കും. രാമമംഗലം പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇരുവരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അഞ്ചരയ്ക്ക് അവിടെ കൊണ്ടുവിട്ട എയർപോർട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം അവർ പോയി ഞങ്ങൾ അവിടെ തിരിച്ചു വന്നതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം അവിടെ ബാംഗ്ലൂരിൽ എത്തി. അത് കഴിഞ്ഞ പിന്നെ ശേഷം ഞങ്ങളെ ഒന്നും വിളിച്ചില്ല. പിന്നെ വിളിച്ചു പറഞ്ഞാൽ ആശുപത്രിയിൽ എന്തോ സംഭവം ഉണ്ടെന്നാണ് വിളിച്ചത്. ഇത് സംഭവം നമ്മൾ അറിഞ്ഞില്ല. അപ്പോഴത്തേനും ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേനും പറഞ്ഞു ഇന്നപോലെ ആള് സീരിയസ് ആകാൻ പറഞ്ഞുള്ളൂ. ഈ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കൂടുതലൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല. പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേർ ഇപ്പം തന്നെ വയലിലായിരിക്കുക. ഇനി മൂത്തയാൾ വരാനുണ്ട്. മൂത്താൾ കോഴിക്കോട് വരെ വന്നിട്ടുള്ളൂ. ഇപ്പം തന്നെ വരും. വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവം എനിക്കറിയാൻ പാടില്ല. എൻ്റെ സമ്മതം മൊത്തം പോയിരിക്കുക. വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോയാവും. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത്. ബോഡിയൊക്കെ ഒരു 11:30 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടും 2 വീട്ടിലായിട്ടാണ് പ്രദർശനത്തിന് വയ്ക്കുന്നത്. ഇവിടെ സ്മിതയുടെ ബോഡി ഇവിടെ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ഓപ്പൺ എയർ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ തൊട്ടപ്പുറം. അതിൻ്റെ മുറ്റത്ത് പ്രദർശനത്തിന് വെച്ചതിന് ശേഷം ഒരു 4 മണിയോടുകൂടി ഇവിടെ സ്വന്തം വീട് ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറമാണ് തറവാട്ട് വീട്. അവിടെ സംസ്കരിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇനി മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും വന്നതിന് ശേഷം സമയമാറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അതിന്റെ ഒരു സാധ്യത ഇപ്പോൾ ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വീട് രാമമംഗലത്താണ്. രാമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അപ്പുറയാണ്. അപ്പം അത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു താല്പര്യം കാണിക്കുമെന്ന് അറിയില്ല. അപ്പം എനിക്ക് രാവിലെ അതിന് മുമ്പ് വരുന്നതിന് മുമ്പ് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അങ്കണത്തിൽ കുറച്ചു നേരം പൊതുദർശനത്തിനായിട്ട് കൂടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിച്ച് അവരുടെ കുടുംബാംഗങ്ങളും കൂടി ആലോചിച്ചിട്ട് ഒന്നിച്ച് വെക്കാൻ തയ്യാറാണെങ്കിൽ അതിന് പ്രയാസമൊന്നുമില്ല. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ മഴ വന്ന സമയത്ത് കയറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു. അതല്ലേ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഇന്നലെയാണ് ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇതിപ്പോൾ അവരുടെ മൃതദേഹം പ്രതീക്ഷിച്ച് നിൽക്കുന്ന രാമമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ്, അതിൻ്റെ പരിസരമാണത്. ഈ പരിസരത്ത് നിന്നൊക്കെ തന്നെയാണ് ഇന്നലെ ഇവർ പുലർച്ചയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അത് നെടുമ്പാശ്ശേരി വഴി ബംഗളൂരുവിലേക്ക് പോകുന്നു. ബംഗളൂരുവിൽ ചെന്നിട്ട് പിന്നീട് ഇവരൊരു പഠനയാത്ര എന്നുള്ള വിഭാവനം ചെയ്തുകൊണ്ടാണ് ആ ഒരു ടൂർ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. 56 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഈ 56 പേര് ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു.
ഇതിനുശേഷം ഇവരെ ആദ്യഘട്ടത്തിലുള്ള ടൂർ അതിനുശേഷമാണ് പിന്നീട് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ബംഗളൂരുവിലെ ശിവാജി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഷോപ്പിങ്ങിനും മറ്റുമായിട്ട് അവർ പിരിയുകയും ചെയ്തത്. അവിടെ വെച്ച് ഇന്നലെ ബംഗളൂരുവിലെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത് മഴയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഇടിഞ്ഞു വീണ മതിൽക്കെട്ടിന് സമീപമുള്ള വഴിയോര കടകൾക്ക് അടുത്തേക്ക് അവർ ചെല്ലുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഇന്ന് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. മതിൽ ഇടിഞ്ഞു വീഴുകയും അവിടെ 7 പേർ മരണപ്പെടുകയും ചെയ്യുന്നു. ഇവരുൾപ്പെടെ 7 പേരാണ് മരണമടഞ്ഞത്. 2 പേർ മലയാളികളും മറ്റുള്ളവർ കന്നഡ ദേശത്തുള്ളവരുമാണ് ഉണ്ടായിരുന്നത്. 6 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെ മരിച്ചു. 3 പേർ ഇവരുടെ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന 3 മലയാളികൾ കൂടി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നതാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനകം തന്നെ അവരുടെ ബന്ധുക്കളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സർക്കാരുകളുടെ ഒരു വലിയ ഇടപെടൽ നടത്തി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ആ രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി അവിടെ നിന്ന് ആംബുലൻസ് വഴി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ലതയുടേത് അവരുടെ കുടുംബ ശ്മശാനത്തിൽ നടക്കുമെന്നാണ് സഹോദരൻ മാധവൻ അറിയിച്ചിട്ടുള്ളത്. സൗമ്യയുടേത് പിന്നീട് ഇവിടെ അടുത്തുള്ള ഒരു പൊതു ശ്മശാനത്തിൽ നടക്കുകയും ചെയ്യും. സൗമ്യയുടെ മകൾ വിദേശത്താണ്, നഴ്സിംഗ് ജോലിയാണ്. അവർ ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് 2 പെൺമക്കൾ കൂടി അവർക്കുണ്ട്. ഏതായാലും തീർത്തും ശോകാർദ്ദമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ രാമമംഗലം പരിസരത്തുള്ളത്. ഈ നാട് ഒരു വലിയ ഒരു പരിച്ഛേദം തന്നെ ഇവിടേക്ക് വന്നെത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ പരിചയമുള്ളവർ, വളരെ അടുപ്പമുള്ളവർ അവരെ കണ്ട അവസാന യാത്ര പറയുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. ഓരോ സമയം കഴിയുന്നതോറും ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാന യാത്ര പറഞ്ഞ് അയക്കുന്നതിന് വേണ്ടി. മഞ്ജുഷ്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ പരാതിയിൽ മണിപ്പൂർ സംവിധായകനെതിരെ പോക്സോ കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ്. 17 വയസ്സുള്ളപ്പോൾ ഇയാൾ മോശമായി പെരുമാറിയെന്നാണ് പരാതി. കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറും. നവമി ദിനേശ് ഉണ്ട് വിവരങ്ങളുമായി. നവമി, നേരത്തെ ഈ പരാതി വന്നിരുന്നതാണ്. ഇതിപ്പോൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്നുള്ളൊരു ബോധ്യമല്ലേ പോലീസിനുണ്ടായിരിക്കുന്നത്? മഞ്ജുഷ, നേരത്തെ ആയിരുന്നു ഈ വൈറൽ താരം, കുംഭമേളയിലെ വൈറൽ താരമായിട്ടുള്ള പെൺകുട്ടി കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തുമ്പോഴായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. അത് തനിക്ക് 17 വയസ്സുണ്ടായിരുന്നപ്പോൾ ആദ്യ സിനിമയുടെ സംവിധായകൻ, ദി ഡയറി ഓഫ് മണിപ്പൂരി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സനോജ് മിശ്ര തന്നെ ശാരീരികമായി ഉപദ്രവിച്ച് തന്റെ ശരീരത്ത് കടന്നു പിടിച്ചു. ഇത് തന്റെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവർ ആദ്യ സിനിമയല്ലേ എന്ന തരത്തിലുള്ള ഇത് വളരെ നിസ്സാരമായാണ് കണ്ടത്. പിന്നീട് ഇത് അവർക്ക് പണം മാത്രം മതിയായിരുന്നു എന്ന ഗുരുതര ആരോപണങ്ങളൊക്കെ ഈ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സെൻട്രൽ പോലീസിന് പെൺകുട്ടിയും ഭർത്താവും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി മധ്യപ്രദേശ് പോലീസിന് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സനോജ് മിശ്ര തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഈ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല, ഇങ്ങനെയുള്ളൊരു കല്യാണം വളരെ മോശമാണ്, ഇനി തന്റെ സിനിമയിൽ ഈ പെൺകുട്ടിയെ അഭിനയിപ്പിക്കില്ല എന്നീ കാര്യങ്ങളായിരുന്നു പെൺകുട്ടിക്കെതിരെ സനോജ് മിശ്ര ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് പത്രസമ്മേളനത്തിൽ സനോജ് മിശ്രയ്ക്കെതിരെ ആഞ്ഞടിക്കുകയും തന്നെ ലൈംഗികമായി അദ്ദേഹം ചൂഷണം ചെയ്തു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പെൺകുട്ടി നടത്തുകയും ചെയ്തത്. എന്തായാലും പോക്സോ കേസാണ് ഇപ്പോൾ സനോജ് മിശ്രയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സനോജ് മിശ്രയ്ക്കെതിരെ നേരത്തെയും ഒരു ബലാത്സംഗ പരാതിയുണ്ട്. അതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സംവിധായകൻ സനോജ് മിശ്ര. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛനെ മകൻ അടിച്ചുകൊന്നു. പ്രദേശവാസിയായ തോമസ് എബ്രഹാം എന്ന 62-കാരനാണ് മരിച്ചത്. മകൻ ഷാനു അറസ്റ്റിലായി. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. അക്രമി അമ്മാവനെയും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. തമാശയായിട്ട് അങ്ങനെ പോയി. അത് പിന്നെ വൈകുന്നേരമായപ്പോഴത്തേക്കും അത് അധികം രൂക്ഷമായി. മോൻ വിടരുത്. അങ്ങനെ പിന്നെ രാത്രി 9:30 ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വയലൻ്റായി. നമ്മൾ എന്നെ ജില്ല ചെയ്യുന്നത് എന്തിനാ വേറെ ചെയ്യേണ്ട കാര്യമില്ല, നീ എന്നെ ചെയ്താൽ അങ്ങനെ നിന്ന് കൊടുത്താൽ. അവരുടെ വീട്ടിലായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി കിടന്ന് ഉറക്കത്തിനിടയിൽ ഇതുപോലെ എൻ്റെ മരിച്ച അളിയെ വിളിച്ച് പറയുന്നു,
പെട്ടെന്നാണ് വഴക്കാണ്. അങ്ങനെ അന്ന് ഓടി ചെല്ലുമ്പം അളിയനെ പിടിച്ച് തള്ളുക, അങ്ങനെ അളിയൻ വീഴുന്നു. ഇവ കത്തി എടുത്ത് വീശി നമ്മൾ നീ എന്നെ വെട്ടിക്കോ, എന്നെ വെട്ടുന്നത് കുഴപ്പമില്ല, അങ്ങനെ ഞാൻ നിന്ന് കൊടുത്തു. അമ്പൂരി തുടിയങ്കോണം സ്വദേശിയായ തോമസ് എബ്രഹാം എന്ന 61-കാരനാണ് മകൻ ഷാനുവിൻ്റെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇന്നലെ ഷാനുവിൻ്റെ 2ാം വിവാഹ വാർഷികമായിരുന്നു. രാത്രി വൈകിയും വിവാഹ ആഘോഷ പരിപാടികൾ നടക്കുകയായിരുന്നു. എല്ലാ ബന്ധുക്കളും പോയതിനു ശേഷം ഷാനുവും ഷാനുവിൻ്റെ ഭാര്യയും തമ്മിലുണ്ടായ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇടപെട്ടുകൊണ്ട് ഷാനുവിൻ്റെ അമ്മ എത്തുന്നു. സ്ഥിതി നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് ഷാനുവിൻ്റെ അമ്മാവനായ സമീപത്ത് താമസിക്കുന്ന വർഗീസിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവർ വന്ന് പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഷാനു കത്തിയുമായി പ്രകോപിതനാകുകയായിരുന്നു. വർഗീസിനെ 16ഓളം കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. തുടർന്ന് ബഹളം കേട്ട് എത്തുകയായിരുന്നു ഈ പറയുന്ന തോമസ് എബ്രഹാം. കാരണം ഇദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹളം കേട്ട് സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ ആക്രമണത്തിനിടയിലായിരുന്നു നിലത്ത് വീണ് തലയ്ക്കടിച്ചായിരുന്നു ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് ഉണ്ടാകുന്നത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഈ രണ്ടുപേരെയും, ഈ പറയുന്ന തോമസ് എബ്രഹാമിനെയും വർഗീസിനെയും വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തോമസ് എബ്രഹാമിൻ്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വർഗീസ് ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് പ്രകോപന കാരണമെന്നുള്ളത് പോലീസ് ഇപ്പോഴും വ്യക്തമായിട്ടില്ല, അന്വേഷിച്ചു വരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഷാനു വെള്ളറട പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. കാരക്കുളം മെഡിക്കൽ കോളേജിൽ പ്രാഥമിക മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ പറയുന്ന തോമസ് എബ്രഹാമിൻ്റെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശനിയാഴ്ചയായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദമായ ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ എന്താണ് ഇതിനുള്ള പ്രകോപന കാരണമെന്നുള്ളതൊക്കെ പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അരുൺ മോഹൻ, ന്യൂസ് 18, കാട്ടാക്കട. തൃശൂർ ആനക്കല്ലിൽ ഭർത്താവിന്റെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവിണിശ്ശേരി സ്വദേശി 30 വയസ്സുള്ള ഉണ്ണിമായയാണ് മരിച്ചത്. രാവിലെ ഭർത്താവുമായി വഴക്കുണ്ടാക്കിയതിനു ശേഷമാണ് ഉണ്ണിമായയെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവ് പുറത്തുവിട്ട് പരാതിക്കാരിയിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ലക്ഷങ്ങൾ വാങ്ങി. 2024 മുതലാണ് ഷിയാസ് പണം വാങ്ങിയത്. ഷിയാസിന്റെ അക്കൗണ്ടിലും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലും പണം വന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള തുകകളാണ് അക്കൗണ്ട് വഴി കൈപ്പറ്റിയത്. ഷിയാസ് കരീമും ഭാര്യ ദർബയും ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ തെളിവുകൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഷിയാസിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും അക്കൗണ്ടുകളിലേക്ക് ഗൂഗിൾ പേ വഴിയും മറ്റ് നേരിട്ട് ബാങ്ക് ഇടപാടുകൾ വഴിയും നടത്തിയ പണത്തിന്റെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 1 ലക്ഷം മുതലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഷിയാസ് പണം വാങ്ങിയത് 2024 മുതലാണെന്നും ഈ അക്കൗണ്ടുകൾ പരിശോധിച്ചാലായി കാണാൻ സാധിക്കും. എന്തായാലും ഈ പരാതി പോലീസ് വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്കാരിയുടെ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിയാസ് കരീം ഈ സ്ത്രീയുടെ വീടിന്റെ ലൊക്കേഷൻ ചോദിക്കുന്നതും അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നതുമൊക്കെ ഈ ചാറ്റിന്റെ അത്തരത്തിലുള്ള ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ കുറച്ചുകൂടി ശബ്ദരേഖകളും ഷിയാസിൻ്റെതെന്ന് പറയുന്ന ശബ്ദരേഖകളും സ്ത്രീ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഷിയാസ് കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് ഓഡിയോയിലുള്ളത്. അത്യാവശ്യമായിട്ട് വേണം, 1-2 ദിവസം അതിനുള്ളിൽ റെഡിയാക്കണം. നോക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. സ്ത്രീ എന്തായാലും ഈ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നിലവിൽ ഈ പരാതി അന്വേഷിക്കുന്നത് കോഴിക്കോട് ചേവായൂർ പോലീസാണ്. വരും ദിവസങ്ങളിൽ ഷിയാസ് കരീമിനെ ചോദ്യം ചെയ്യലിനടക്കം വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യുവതിയുടെ വിശദമായിട്ടുള്ള മൊഴിയും രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഷിയാസ് കരീമിന്റെ ഭാര്യ ദർഭ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇവർക്കെതിരായിട്ടുള്ള ഈ സ്ത്രീക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം തങ്ങളുടെ പക്കലുണ്ട്. തന്നെ മകളെ പോലെയും ഷിയാസ്
ഷിയാസിനെ മകനെ പോലെയും കരുതിയ ഒരു സ്ത്രീ പിന്നീട് ഇത്തരത്തിലുള്ള വ്യാജ പരാതിയുമായി രംഗത്തെത്തിയതിലെ അത്ഭുതം കൂടി ദർപ്പ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നിയമപരമായി നേരിടാൻ തന്നെയാണ് ഷിയാസ് കരീമും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ $500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടിയതായി അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ വില വൻതോതിൽ കൂടിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ഇസ്രായേലും അമേരിക്കയുമാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ഇറാനിലെ സൈനിക നടപടിക്കായി അമേരിക്കയ്ക്ക് ചെലവായത് 23 ലക്ഷം കോടിയെന്ന പെന്റഗന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. US കോൺഗ്രസിൽ ഡിഫൻസ് സെക്രട്ടറിക്ക് നേരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, എന്തായാലും ഈ ഉപരോധം ക്രൂഡ് വില കുതിച്ചുയരുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഒരു വർധനവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. $122 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വരെ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത് 4 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിരക്കാണ്. ഇതിനു മുൻപേ 2022 ക്രൂഡ് ഓയിലിന്റെ വില ഇത്രയധികം ഉയർന്നത്. അന്ന് കോവിഡിൻ്റേതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഈ യുദ്ധം കാരണമുള്ള വിവിധ ഉപരോധങ്ങളാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയധികം ഉയരാനുള്ള കാരണം. ഇതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഗ്യാസ് പ്രൈസിലും വൻതോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഇന്ത്യയിലും ഈ വില വർദ്ധിച്ചേക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം തുടരുമെന്ന് നിലവിൽ US അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ ഏതാണ്ട് $500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ പിടിച്ചെടുത്തതായിട്ട് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റാണ് നിലവിൽ ഇക്കാര്യം മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ $350 മില്യൺ ആസ്തി നേരത്തെ കണ്ടുകെട്ടിയതാണ്. നിലവിലൊരു $100 മില്യൺ ആസ്തി കൂടി കണ്ടുകെട്ടി. അതുപോലെ വിവിധ ബാങ്കുകൾ വഴി ഇറാന്റെ നിഴൽ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് സ്കോട്ട് ബെസറ്റ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ US-ന്റെ ഈ യുദ്ധച്ചെലവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ മണിയിലുള്ള മൂല്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 23 ലക്ഷം കോടിയാണ് ഇറാനിലെ സൈനിക ഓപ്പറേഷനായിട്ട് US ചെലവാക്കിയത്. ഈ വിവരം പെന്റഗൺ പുറത്തുവിട്ടതിന് പിന്നാലെ US കോൺഗ്രസിൽ സൈന്യത്തിന് നേരെ കടുത്ത വിമർശനവുമുണ്ടായി. US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റിന് നേരെയാണ് ഡെമോക്രാറ്റിക് അതുപോലെ റിപ്പബ്ലിക് അംഗങ്ങൾ ചോദ്യശരങ്ങൾ ഉയർത്തിയത്. ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഈ യുദ്ധം എന്തിനാണെന്ന് പീറ്റ് ഹെഗ്സെറ്റിനോട് ചോദിച്ചു. അതുപോലെ വിയറ്റ്നാം യുദ്ധത്തിന് സമാനമായി ഈ യുദ്ധം അത് അമേരിക്കയ്ക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയാകുമെന്നും ഈ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ മറ്റൊരു കാര്യം, US-ന്റെ ഡിഫൻസ് വകുപ്പ് അടുത്ത വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റ് $3.3 ട്രില്യൺ US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. ഇതിലും ഇവർ വലിയ ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്ര വലിയൊരു തുക ഡിഫൻസിന് വേണ്ടി നീക്കിവെക്കുന്നത് ഇത് ആദ്യമാണ്. അപ്പോൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം കടുത്ത വിമർശനമാണ് ഉണ്ടായത്. എന്നാൽ പീറ്റ് ഹെഗ്സെറ്റ് ഇതിനെല്ലാം തിരിച്ചടിച്ചത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും ചില റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുമാണ് അമേരിക്കയുടെ ശാപം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. അതുപോലെ പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് സൈനികമായിട്ടുള്ള മറ്റ് നടപടികൾക്കല്ല ഈ പണം ചെലവായത്. പുതിയ ആയുധങ്ങൾ സമ്പാദിക്കാനും അതുപോലെ തന്നെ പുതിയ ചില പഴയ ആയുധങ്ങൾ റീപ്ലേസ് ചെയ്യാനുമാണ് ഈ പൈസ ചെലവായത്. അതുപോലെ ഇറാനിലെ പശ്ചിമേഷ്യയിൽ ഇറാൻ കാരണം നിലനിൽക്കുന്ന ഭീഷണി അവസാനിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതുപോലെ ഇറാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും US നടത്തുന്നു. മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് സ്വീകരിച്ച മൃദു സമീപനം കാരണമാണ് നിലവിലെ ഭരണകൂടത്തിന് ഈ ഗതി വന്നതെന്നും പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഹോർമുസ് കടലിടുക്കിലെ വിഷയത്തിൽ ഉൾപ്പെടെ നിലവിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇറാൻ US-ന് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളിയതിന് പിന്നാലെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്നാണ് വിവരം. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുകയാണ്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയിപ്പ്. എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്.
സംസ്ഥാനത്തെ കനത്ത വേനലിന് ആശ്വാസമായി വേനൽ മഴ എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള ചൂടിന് കുറവ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയടക്കം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒഴിവാക്കിയിട്ടുമുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ പോയ പാലക്കാട് ജില്ലയിലെ താപനില ഇപ്പോൾ 38-39 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നടക്കം വലിയ രീതിയിലുള്ള മഴയ്ക്ക് തെക്കൻ ജില്ലകളിൽ സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം അടക്കമുള്ള ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താരതമ്യേന വലിയ മോശമല്ലാത്ത രീതിയിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തെക്കൻ ജില്ലകളിൽ. മാത്രമല്ല നാളെ വയനാട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വരുന്ന ദിവസങ്ങളിൽ മെയ് 3-ാം തീയതി വരെ, മെയ് 2-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത, അതായത് പരക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പരക്കെയായിട്ടും ജില്ലകളിൽ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് വലിയ രീതിയിലുള്ള ആശ്വാസം ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയും ഇടിമിന്നലിനുള്ള സാധ്യതയും അടക്കം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ചൂടിന്റെ ഒരു രീതിയിലുള്ള പല നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പല നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ മുൻകരുതലുകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ യെല്ലോ അലർട്ടിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഒരു കാറ്റിനെയും ഇടിമിന്നലിനെയും കൂടുതൽ ഗൗരവമായിട്ട് കാണണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് വൈദ്യുതി ഉപഭോഗത്തിനടക്കം എത്രത്തോളം ഗുണകരമായി മാറുമെന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തുതന്നെയായാലും ചൂടിന് ആശ്വാസമായി വേനൽ മഴ സംസ്ഥാനത്തുടനീളം ഇന്നും വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം. എറണാകുളത്ത് കനത്ത ചൂടിൽ മിനി ലോറിയുടെ സീറ്റിന് തീപിടിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന മിനി ലോറിയുടെ സീറ്റിനടിയിലെ ഫോമിൽ നിന്നാണ് തീ പടർന്നത്. അന്തരീക്ഷ ചൂടും എഞ്ചിനിൽ നിന്നുള്ള ചൂടുമാണ് തീ പടരാൻ കാരണമായത്. നിർത്തിയ ഉടനെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ എത്തിച്ച് തീ അണച്ചതോടെ വലിയ അപകടം ഒഴിവായി. ആലുവ സ്വദേശി ജെയ്സൺ 2 മണിക്കൂറോളം വാഹനം വെയിലത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വണ്ടി ഒരു 2 മണിക്കൂർ മേലെ കഴിഞ്ഞ് വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഈ ഇവിടുന്ന് നമ്മുടെ ബാടിയുടെ അവിടെ നിന്നുണ്ട് ഇങ്ങനെ യൂട്ടേൺ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ പൊങ്ങണ കണ്ട് നോക്കി കഴിഞ്ഞപ്പോ ചെറിയ തീ ഇങ്ങനെ കയറുന്നു. അതിനെ ഓടിച്ച് ഇങ്ങോട്ട് കയറ്റി. ഇനി റോഡിലേക്ക് എന്താന്നറിയില്ല, സീറ്റിന്റെ അടിയിലാണ് തീ പിടിച്ചത്. ചകിരിയല്ല, ഈ ഫോമാണത്. ഫോമാണ് പിടിച്ചിട്ട് അതിന്മേലാണ് അങ്ങോട്ട് കയറിയെന്ന് തോന്നണം. ഡിജിയോറ ടെക്കി പ്രീമിയർ ലീഗ് 2-ാം സീസണിന് കൊച്ചിയിൽ തുടക്കം. ഇൻഫോ പാർക്കിൽ നടന്ന ചടങ്ങിൽ ട്രോഫി അനാവരണം ഒപ്പം ടീമുകളുടെ ജേഴ്സി പ്രകാശനവും നടന്നു. 30 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിന്റെ ഫൈനൽ മെയ് 7-നാണ്. ആദ്യ സീസണിന്റെ വൻ വിജയത്തിന് പിന്നാലെയാണ് കൂടുതൽ ടീമുകളെ ഉൾപ്പെടുത്തി 2-ാം സീസണിന് അരങ്ങൊരുങ്ങിയത്. ഇത്തവണ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 30 ടീമുകളുണ്ട്. 20 പുരുഷ ടീമും 10 വനിതാ ടീമും ടൂർണമെന്റിലുണ്ട്. ടെക്കി സ്പോൺസർഡ് ബൈ ഡിജിയോറയുടെ സീസൺ 2 ആണ്. സീസൺ 1 വലിയൊരു വിജയമായിരുന്നു. സീസൺ 2 വലിയൊരു വിജയമാട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നത്. ഓപ്ഷൻ എല്ലാം വളരെ നന്നായിട്ട് നടന്നു. ടീംസ് എല്ലാം നല്ല പ്രാക്ടീസ് ആയിരുന്നു. എല്ലാവരും ഭാഷയോടുകൂടി തന്നെയാണ് കളിക്കുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് ഗെയിം ഓൺ ഇവൻറ്റ്സ്, അജിത്തിൻ്റെ കമ്പനിയുടെ പേര് യൂസ് സ്പോർട്ടീവ. അപ്പോൾ നമ്മൾ ഈ ടെക്കീസ് പ്രീമിയർ ലീഗ് ഒരുമിച്ചാണ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സീസണിലായിട്ടാണ് കിടന്നിരിക്കുന്നത്. അതിനകത്ത് 20 മെൻസ് ടീമും 10 വുമൻസ് ടീമും പങ്കെടുക്കുന്നു. ടെക്കീസിന് വേണ്ടി മാത്രമുള്ള ടൂർണമെൻ്റാണ്. എല്ലാ മാച്ചസും 30 ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി അധികം മാച്ചസ് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അടുത്ത് തന്നെയാണ് എന്തായാലും വന്ന് മാച്ച് കാണാൻ വരുന്നതായിരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര താരം വേദലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഫാഷൻ ഷോയും അരങ്ങേറി. 400ഓളം താരങ്ങളാണ് ക്രിക്കറ്റ് കാർണിവലിന്റെ ഭാഗമാകുന്നത്. ലേലത്തിലൂടെയാണ് ടീമുകൾ താരങ്ങളെ സ്വന്തമാക്കുന്നത്.